പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയനാണ്. മൂന്നാം തവണ അധികാരം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് എന്ന് നമുക്കറിയാം. ധർമ്മടം മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നിരന്തരം അദ്ദേഹമാണ് അവിടുന്ന് വിജയിക്കുന്നത്. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ 50,000-ലധികം വോട്ടിലാണ് അവിടുന്ന് ജയിച്ചത്. 2016 അദ്ദേഹം വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അവിടുന്ന് വിജയിച്ചത്. ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഗ്രാമമാണ്. അവിടെ പാർട്ടിക്കാരല്ലാത്തവർ ചെന്ന് കഴിഞ്ഞാൽ കൈയും കാലം കൊണ്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു പാർട്ടി ഗ്രാമമാണ്. ആ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വിജയിച്ചു വരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. ആലപ്പുഴയിലോ അമ്പലപ്പുഴയിലൊക്കെ വന്ന് പിണറായി വിജയൻ മത്സരിച്ചുകൂടെ എന്ന് ജി സുധാകരൻ ചോദിക്കുന്നു കേട്ടു. കാരണം പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ മട്ടന്നൂർ 60,000 വോട്ടിന് ജയിക്കുന്നു, അല്ലെ മറ്റ് പല പാർട്ടി ഉറച്ച മണ്ഡലങ്ങളിൽ നിന്ന് ജയിക്കുന്നതിന് എന്താ വലിയ കാര്യം എന്നുള്ള അർത്ഥത്തിൽ ജി സുധാകരൻ കഴിഞ്ഞ ദിവസത്തോടെ സംസാരിക്കുന്നു നമ്മൾ. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് പിണറായി വിജയന് ലഭിച്ചത്. അവിടെ അത് പാർട്ടിയുടെ സ്വാധീനം കൊണ്ടല്ല, ദുസ്വാധീനം കൊണ്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. കാരണം അവിടെ പാർട്ടിക്കാരല്ലാത്ത വേറെ ആരെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അവർ പാർട്ടിക്കാരല്ലാത്ത വേറെ ആരെയും ബൂത്തിലിരിക്കാനും അനുവദിക്കില്ല. അങ്ങനെയുള്ള ഒരു വിജയമാണ്, ഇതൊരു കൃത്രിമമായ വിജയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞാൽ പിണറായി വിജയൻ തോക്കുമെന്നുള്ളതല്ല, പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറയാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പിണറായി വിജയൻ്റെ എതിരാളി ആരായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ എതിരാളിയെ കുറിച്ച്. 2016 ആരാണ് എതിരാളി എന്ന് എനിക്ക് ഓർമ്മയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന് അവിടെ അദ്ദേഹം വിജയിച്ചു എന്ന് ഉള്ളത് അറിയാം. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അവിടെ 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായ കണക്കുകൾ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 4,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാനൊന്ന് മനസ്സിലാക്കി. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അബ്ദുൾ റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ തളിപ്പറം എന്ന് പറഞ്ഞ ഉറച്ച മണ്ഡലത്തിൽ MP ഗോവിന്ദനെതിരെ മത്സരിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ആ മത്സരത്തിൽ MP ഗോവിന്ദൻ്റെ ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 20,000-ലേക്ക് കുറച്ചെടുത്ത UDFൻ്റെ ഒരു തീപ്പൊരി നേതാവാണ് അബ്ദുൾ റഷീദ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2016 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2021 20,000 വോട്ടായിട്ട് കുറഞ്ഞു. ആ തീപ്പൊരി നേതാവാണ് ഇത്തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരായിട്ട് മത്സരിക്കുന്നത്. ആ തീപ്പൊരി നേതാവ് അവിടെ നിന്ന് അങ്ങ് ജയിച്ചു വരുമെന്നും പറയാനുള്ള മണ്ടനും മരപ്പൊട്ടനും ഒന്നുമല്ല ഞാൻ. പിണറായി വിജയൻ തോക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഇരട്ടച്ചങ്കൻ ഒരൽപ്പം വിയർത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടെ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ പിണറായി വിജയനാണല്ലോ, പിണറായി വിജയൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമെന്നല്ല അയാൾ ചെയ്യുന്നത്. അയാൾ അവിടെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി അവിടെ രംഗത്തുണ്ട്. വോട്ട് പിടിക്കാൻ പോകുന്നു, പ്രചരണ വാഹനങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം ഉണ്ട്. ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ ഇങ്ങനെ എല്ലാ ജില്ലയിലും പത്രസമ്മേളനമൊക്കെ നടത്തി ഇങ്ങനെ നടക്കുകയാണ്. പിണറായി വിജയൻ ആ മണ്ഡലത്തിലേക്കൊന്നും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്കൊന്നും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്,
പിണറായി വിജയന് 2021 2016 കിട്ടിയ ഭൂരിപക്ഷം ധർമ്മടം മണ്ഡലത്തിൽ ഇത്തവണ ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ധർമ്മടത്ത് സാധാരണഗതിയിൽ UDF പ്രവർത്തനത്തിന് പോലും പോകാറില്ല. അത് പിണറായി വിജയൻ വന്നു, മത്സരിച്ചു, അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷം എന്നും പറഞ്ഞിട്ട് അവർ നിർജ്ജീവമായിട്ട് അവിടെ നിൽക്കുകയാണ്. UDF പോലും അവിടുത്തെ പ്രവർത്തനത്തിൽ ഒരു താല്പര്യവും അവർ കാണിച്ചിട്ടില്ല. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി UDFിൻ്റെ നേതൃത്വത്തിൽ ധർമ്മടം മണ്ഡലത്തിൽ സുസംഘടിതവും സുസജ്ജവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഇത്തവണ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലും ചില പ്രത്യേകതകൾ ഇത്തവണ ഉണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ ജില്ലയിലെ 5-6 ഉറച്ച CPM മണ്ഡലത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ആരും അന്വേഷിക്കാൻ പോലും പോകാറില്ലായിരുന്നു. അവിടെ ആര് സ്ഥാനാർത്ഥിയാണെന്ന് പോലും അന്വേഷിക്കാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ സ്ഥിതി അതല്ല. കണ്ണൂർ ജില്ലയിലെ CPMൽ വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള സ്ഥിതിയാണെന്ന് കണ്ണൂർ ജില്ലയിലുള്ളത്. ആ ജില്ലയിലെ 2 CPMന്റെ ഉറച്ച കോട്ടകളിൽ 2 CPM വിമതന്മാർ അവിടെ മത്സരിക്കുകയാണ്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അവിടെ മത്സരിക്കുകയാണ്. അവിടെ മറ്റു പല മണ്ഡലങ്ങളിലും വലിയ അതൃപ്തിയുണ്ട്. അവിടെ മട്ടന്നൂരിൽ അതൃപ്തിയുണ്ട്. അവിടെ തലശ്ശേരിയിൽ പ്രശ്നങ്ങളുണ്ട്. തൃക്കരിപ്പൂരിൽ പോലും UDF വലിയ മുന്നേറ്റം അവിടെ നടത്തുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അവിടുത്തെ നേതൃത്വം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവിടുത്തെ നേതൃത്വം ഒരു അഴിമതി നേതൃത്വമാണെന്ന് കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പാർട്ടി അണികൾക്ക് ബോധ്യമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായും ധർമ്മടം മണ്ഡലത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എന്താണ് സുഹൃത്തുക്കളെ സംശയം? അപ്പോൾ അവിടെ ഇപ്പോൾ 2 അനുകൂല ഘടകങ്ങളുണ്ട് UDF സ്ഥാനാർത്ഥിക്ക്. ഒന്ന്, UDF പതിവിൽ നിന്നും വ്യത്യസ്തമായി അവർ വളരെ സക്രിയമായും വളരെ കാര്യക്ഷമമായും അവർ വളരെ ആത്മധൈര്യത്തോടു കൂടിയും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2, CPMന്റെ കണ്ണൂർ ജില്ലയിലെ അണികൾക്കിടയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉയർന്നു വന്നിരിക്കുന്നു. പിണറായി വിജയനെതിരായിട്ട് CPMനകത്ത് കേരളത്തിലൊട്ടാകെ ഉണ്ടായിട്ടുള്ള രോഷവും പ്രതിഷേധവും ധർമ്മടം മണ്ഡലത്തിലും പ്രതിഫലിക്കുന്നതിന് എന്താണ് സുഹൃത്തുക്കളെ തർക്കം? അവിടെ പിണറായി വിജയനെതിരെ പാർട്ടി അണികൾ പരസ്യമായിട്ടൊന്നും ഇറങ്ങി പുറത്തു വരാനൊന്നും പോകുന്നില്ല. പക്ഷേ പിണറായി വിജയനെതിരായിട്ടുള്ള രോഷം, പ്രതിഷേധം, കണ്ണൂർ ജില്ലയിലെ CPMനെതിരായിട്ടുള്ള രോഷം, പ്രതിഷേധം, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. ഒരുപക്ഷെ ധർമ്മടം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു UDFന്റെ സ്ഥാനാർത്ഥി ഇതുവരെ ഉണ്ടായിക്കാണാനും സാധ്യതയില്ല. അപ്പോൾ ഊർജ്ജസ്വലനായിട്ടുള്ള സ്ഥാനാർത്ഥി, UDF ഇത്തവണ സുസജ്ജമാണെന്നുള്ളത്, UDFന് സംസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു വിജയ സാധ്യത, കണ്ണൂർ ജില്ലയിലെ CPMനകത്തുള്ള പൊട്ടിത്തെറി, ഇതെല്ലാം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ധർമ്മടത്തെ പിണറായി വിജയന്റെ വിജയം അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തവണത്തെ 50,000-ലെ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നൊരു പകുതിയിലധികം കുറഞ്ഞാൽ പോലും അത്ഭുതമില്ല എന്ന് ഞാൻ നിരീക്ഷിക്കുകയാണ്. ഒരു 10,000-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ കടന്നുകൂടുന്ന ഒരു സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാനാർത്ഥി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ പിണറായി വിജയനെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ അബ്ദുൾ റഷീദ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇരട്ടച്ചങ്കൻ ധർമ്മടത്ത് പതിവിൽ നിന്നും വിരുദ്ധമായി ഇപ്പോൾ വിയർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഏതായാലും ഈ അബ്ദുൾ റഷീദിൻ്റെ പ്രവർത്തനം അവിടെ ഫലിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അബ്ദുൾ റഷീദിൻ്റെ വാഹനവ്യൂഹത്തെ ആക്രമിച്ചു CPMകാർ, കൊലവിളി നടത്തി CPMകാർ. സ്ഥാനാർത്ഥിയെ തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ അബ്ദുൾ റഷീദിൻ്റെ ചെറിയൊരു പ്രതികരണം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അബ്ദുൾ റഷീദിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ അഡ്വക്കേറ്റ് BP അബ്ദുൾ റഷീദ്, ധർമ്മടം മണ്ഡലം UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാനിപ്പോഴുള്ളത് CPIMന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് പിണറായി വിജയന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ധർമ്മടം അസംബ്ലിയിലെ വേങ്ങാട് പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ്. ഈ പ്രദേശത്തിന്റെ പേര് കേളാനും, അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വാർഡാണ്. നിങ്ങൾ നോക്കണം, പാതിരാത്രിയിലും ആവേശമാണ്. ഈ പഞ്ചായത്തിന്റെ പര്യടനം ഇന്ന് 7 മണിക്ക് അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചാണ്. പക്ഷേ ഇപ്പോഴും അവസാനിച്ചില്ല. മൈക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് മൈക്ക് ഉപയോഗിക്കാതെയും കഴിഞ്ഞ 2-3 മണിക്കൂറായി കാത്തു നിൽക്കുന്ന ജനങ്ങളാണ്. പിണറായി വിജയന്റെ വാർഡിലാണ്
ഇതൊരു അത്ഭുതമാണ്. കണ്ണൂർ ജില്ലയിൽ വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോ ഒരു തർക്കവുമില്ല. കേരളത്തിൽ 140 അസംബ്ലിയിൽ UDF ആദ്യം വിജയിക്കാൻ പോകുന്ന അസംബ്ലി എന്ന് പറയുന്നത് അത് ധർമ്മടം നിയോജക മണ്ഡലമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നൂറുകണക്കിന് അമ്മമാരാണ്, കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, രക്ഷിതാക്കളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം ആഗ്രഹം UDF ഇവിടെ ജയിക്കണമെന്നുള്ളതാണ്. ഇത് ലോക മലയാളികളും പിണറായി വിജയനും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണം, ലോകത്തെ മലയാളികൾക്ക് ജയിക്കണം. തീർച്ചയായും അവരുടെ എല്ലാം പിന്തുണയും പ്രോത്സാഹനവും സഹായവും ഉണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂവെന്ന്. നിങ്ങൾ ആ പറയുന്നവർ മുഴുവൻ ധർമ്മടം അസംബ്ലിയിലെ ഓരോ ഭാഗത്തേക്കും വരണം. ആ പറഞ്ഞവരെ ഞാൻ വിനയപൂർവ്വം ഈ ധർമ്മടത്തില് പിണറായി വിജയന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിലെ ഈ 14-ാം വാർഡിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ലഭിക്കുന്ന മുഴുവൻ ആളുകളും, ഈ ജനാധിപത്യ വിശ്വാസികൾ 10 മണി കഴിഞ്ഞിട്ടും ഈ പാതിരാവിലും കാത്തു നിൽക്കുന്നത് ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ആ ആവശ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ രാഷ്ട്രീയപരമായി ഈ ധർമ്മടത്ത് പരാജയപ്പെടുത്താനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. ധർമ്മടത്ത് നമ്മൾ ധർമാധർമ്മം യുദ്ധത്തിൽ നമ്മൾ ജയിക്കും, UDF ജയിക്കും. ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി വിജയനെ പരാജയപ്പെടുത്തും. ക്യാപ്റ്റൻ എന്നവർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡ് ആക്കാനുള്ള യോർക്കർ ഇതാ ഈ ജനത അത് നിർവഹിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആത്മവിശ്വാസത്തോടു കൂടിയാണ്, ഇവരിലുള്ള ആത്മവിശ്വാസമാണ്. എനിക്ക് വേണ്ടി കമലഹാസൻ വരാനില്ല, എനിക്ക് വേണ്ടി വേടം വരാനില്ല, എനിക്ക് വേണ്ടി ഭാവന വരാനില്ല. വിണ്ണിലെ വിസ്മയ താരങ്ങളൊന്നും ഈ ധർമ്മടത്തെ മണ്ണിലിറക്കാൻ, കോടാനുകോടികൾ പൊടിക്കാൻ എനിക്കില്ല. 198 ബൂത്തിലെയും ധർമ്മടത്തെ വോട്ടർമാർ അവരാണ് എന്റെ സെലിബ്രിറ്റികൾ, അവരാണ് എന്റെ താരങ്ങൾ. അവരെ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിരൽത്തുമ്പിലെ അവരുടെ വോട്ടവകാശം അവർ വിനിയോഗിക്കും. 10 വർഷക്കാലത്തെ ഇരുണ്ട കാലത്തിൽ നിന്ന് ഒരു പുതിയുഗ പിറവിയിലേക്ക് കേരളം കാതോർക്കുമ്പോ തീർച്ചയായും ആ പുതിയുഗ പിറവിക്ക് കരുത്തു പകർന്ന് ധർമ്മടത്തിൽ നിന്ന് ഒരു UDF MLA ഉണ്ടാകും. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. UDF ധർമ്മടം പിടിച്ചെടുക്കും. UDF സിന്ദാബാദ്, UDF ഓരോ വോട്ടും പതിയട്ടെ, ഓരോ വോട്ടും പതിയട്ടെ, ഓരോ വോട്ടും പതിയട്ടെ. ധർമ്മടത്തിൻ നായകനെ, ധർമ്മടത്തിൻ നായകനെ.